ബഡ്ജറ്റ് ഗെയിമിംഗ് ലാപ്ടോപ്പ് എന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേയധികം വീഡിയോസ് കാണാൻ പറ്റും. പക്ഷേ ഈ വീഡിയോസ് എല്ലാം തന്നെ കണ്ട് നിങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആകേണ്ട ഒരു കാര്യവുമില്ല. ബിക്കോസ് 2025 നിങ്ങൾ ഗെയിമിംഗ് ലാപ്ടോപ്പ് മേടിക്കുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും അറിയേണ്ട ആകെ നാല് കാര്യങ്ങളേ ഉള്ളൂ. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ബഡ്ജറ്റിന് പറ്റിയ ബെസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്പ് സെലക്ട് ചെയ്യാവുന്നതാണ്. സോ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ബിക്കോസ് 4ാമത്തെ കാര്യമാണ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. സോ അത് നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പോണന്റ് അതിന്റെ ഗ്രാഫിക്സ് കാർഡ് അല്ലെങ്കിൽ GPU ആണ്. TGP എന്ന് പറഞ്ഞ ഒരു ലാപ്ടോപ്പിൽ ഗ്രാഫിക്സ് കാർഡിന് എത്ര വാട്ട്സ് പവർ അവൈലബിൾ ആണെന്നുള്ള വാല്യൂ ആണ്. RTX 3050, 4050 ഇങ്ങനെ ഓരോ ഗ്രാഫിക്സ് കാർഡിനും NVIDIA തന്നെ ഇത്ര വാട്ട്സ് പവർ വേണമെന്ന് പറയുന്നുണ്ട്. സോ ഇത്രയും വാട്ട്സ് പവർ കിട്ടിയാൽ മാത്രമേ ലാപ്ടോപ്പിൽ നിന്ന് നിങ്ങൾക്ക് മാക്സിമം FPS കിട്ടത്തുള്ളൂ. ആൻഡ് യൂണിവേഴ്സൽ റൂൾ അറിയാലോ, മോർ പവർ ഇസ് ഇക്വൽ ടു മോർ റെസ്പോൺസിബിലിറ്റി, മോർ FPS. പക്ഷേ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഫ്ലിപ്കാർട്ടിലെല്ലാം കുറെ അധികം ലാപ്ടോപ്പ് ബ്രാൻഡ്സ് വളരെ കുറഞ്ഞ TGP ഉള്ള ലാപ്ടോപ്സ് റിലീസ് ചെയ്യുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിൽ തന്നെയുള്ള ഈ 2 ലാപ്ടോപ്പ് ഒന്ന് കമ്പയർ ചെയ്യുന്ന നോക്കി. ഈ 2 ലാപ്ടോപ്പിലും സെയിം സ്പെക്സും ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി സെയിം പ്രൈസ് ടാഗും ആണുള്ളത്. ബട്ട് ഹിയർ ഇസ് ദ ക്യാച്ച്. MSIയിൽ 45 വാട്ട്സും LOQയിൽ 95 വാട്ട്സും ആണ് TGP. ഈ ഒരൊറ്റ കാര്യം കൊണ്ട് LOQന് കിട്ടുന്നതിന്റെ പകുതി FPS ആയിരിക്കും MSIന്ന് കിട്ടുന്നത്. സോ 75K ഉള്ള ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് സ്പെൻഡ് ചെയ്തിട്ട് അതിന്റെ ഫുൾ പെർഫോമൻസ് പോലും കിട്ടുന്നില്ല. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഫ്ലിപ്കാർട്ടിൽ ലാപ്ടോപ്പിന്റെ ഡീറ്റെയിൽസിൽ TGPനെ പറ്റി പറയുന്നില്ല. സോ കുറഞ്ഞ TGP ഉള്ള ലാപ്ടോപ്പ് വാങ്ങി റിഗ്രറ്റ് അടിക്കാതിരിക്കാൻ ലാപ്ടോപ്പ് വാങ്ങുന്ന ടൈമിൽ തീർച്ചയായിട്ടും TGP എത്രയാണെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. ഗെയിമിംഗ് ലാപ്ടോപ്പ് ചൂസ് ചെയ്യുമ്പോൾ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ടാണ് ഇന്റൽ ഓർ AMD, അല്ലെങ്കിൽ i5 എടുക്കണോ Ryzen 5 എടുക്കണോ. ഈ ഡൗട്ട് ഇപ്പൊ തന്നെ ക്ലിയർ ആക്കി തരാം. സോ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഗെയിം കളിക്കുമ്പോൾ പ്രയോറിറ്റി ഗ്രാഫിക്സ് കാർഡിനാണ്. സോ നിങ്ങൾ CPUനെ പറ്റി കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. ഇനി ഒരു CPUനെ പറ്റി പറയുമ്പോൾ അവിടെ 2 കാര്യങ്ങളാണ് ഉള്ളത്: സിംഗിൾ കോർ പെർഫോമൻസ് ആൻഡ് മൾട്ടി കോർ പെർഫോമൻസ്. ഇനി നിങ്ങൾക്ക് ഗെയിമിംഗ് ടൈമിൽ നല്ല FPS കിട്ടണമെങ്കിൽ വേണ്ടത് നല്ല സിംഗിൾ കോർ പെർഫോമൻസ് ആണ്. ആൻഡ് സിംഗിൾ കോർ പെർഫോമൻസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇന്റലിൽ നിന്നാണ് നിങ്ങൾക്ക് ബെസ്റ്റ് പെർഫോമൻസ് കിട്ടുന്നത്. സോ ഗെയിമിംഗ് ആണ് ഫസ്റ്റ് പ്രയോറിറ്റി എങ്കിൽ i5 തന്നെ എടുക്കുക. ഇനി നിങ്ങൾക്ക് ഹെവി മൾട്ടി ടാസ്കിങ്, എഡിറ്റിംഗ് ഇതൊക്കെയാണ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്ക് നല്ല മൾട്ടി കോർ പെർഫോമൻസ് ആണ് വേണ്ടത്. സോ ഇനി മൾട്ടി കോർ പെർഫോമൻസ് വെച്ച് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ റൈസണിലാണ് കുറച്ചും കൂടെ പെർഫോമൻസ് കൂടുതൽ. അതുകൊണ്ട് തന്നെ എഡിറ്റിംഗ് ആണ് നിങ്ങളുടെ പ്രയോറിറ്റി എങ്കിൽ നിങ്ങൾ AMD Ryzen തന്നെ ചൂസ് ചെയ്യുക. Ryzen 5ൽ തന്നെയുള്ള ഈ ഒരു CPU നിങ്ങൾ ഒഴിവാക്കുക. ബിക്കോസ് ഇതിൽ വെറും 4 കോർ മാത്രമേ ഉള്ളൂ ആൻഡ് ഇത് വളരെ വീക്ക് ആയിട്ടുള്ള ഒരു CPU ആണ്. സോ ഇനി കൺഫ്യൂഷൻ അടിക്കാതെ നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങളുടെ പെർഫെക്റ്റ് CPU ചൂസ് ചെയ്യുക. സോ ഏത് ഗെയിമും നിങ്ങൾക്ക് മാക്സിമം എൻജോയ് ചെയ്ത് കളിക്കണമെങ്കിൽ നിങ്ങൾക്ക് FPS മാത്രം പോരാ, നിങ്ങൾക്ക് ഒരു അടിപൊളി ഡിസ്പ്ലേയും കൂടി വേണം. ആൻഡ് ഡിസ്പ്ലേ ക്വാളിറ്റിയെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും അറിയാം OLEDs ആർ ദ ബെസ്റ്റ് ഡിസ്പ്ലേ ഔട്ട് ദെയർ. പക്ഷേ ദേ ആർ റിയലി എക്സ്പെൻസീവ്. അതുകൊണ്ട് തന്നെ LCD ഡിസ്പ്ലേ തന്നെ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ എങ്ങനെ ചൂസ് ചെയ്യാന്ന് പറയാം. സോ sRGB എന്ന് പറഞ്ഞ LCD ഡിസ്പ്ലേയുടെ ഒക്കെ തന്നെ ക്വാളിറ്റിയും അതുപോലെ തന്നെ കളർ അക്യുറസി ഒക്കെ പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. ആൻഡ് നോർമലി sRGBയുടെ വാല്യൂ ഒരു 100% സ്കെയിലാണ് പറയുന്നത്. സോ നിങ്ങൾ ഗെയിമിംഗ് ലാപ്ടോപ്പ് ചൂസ് ചെയ്യുന്ന ടൈമിൽ ഡിസ്പ്ലേയുടെ സെക്ഷനിൽ 100% sRGB ഉള്ള ഗെയിമിംഗ് ലാപ്ടോപ്സ് ചൂസ് ചെയ്യുക. ബിക്കോസ് നിങ്ങൾ സൈഡ് ബൈ സൈഡ് ആയിട്ട് കമ്പയർ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു കളർ ഡിഫറൻസ് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലാപ്ടോപ്പിൽ നിന്ന് ഗെയിമിങ്ങിനാണെങ്കിലും ആനിമെ കാണാനാണെങ്കിലും 100% sRGBയിൽ നിന്ന് അടിപൊളി ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നതാണ്. 2025 നിങ്ങൾ ഗെയിമിംഗ് ലാപ്ടോപ്പ് മേടിക്കുമ്പോൾ ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഗ്രാഫിക്സ് മെമ്മറി അല്ലെങ്കിൽ VRAM ആണ്. VRAM എന്താണെന്ന് അറിയാതെ അത് നോക്കാതെ നിങ്ങൾ ഗെയിമിംഗ് ലാപ്ടോപ്പ് മേടിച്ചാൽ യു ഗൈസ് ആർ കുക്ക്ഡ്. ബിക്കോസ് ഏതൊരു ഗെയിമിന്റെ മോസ്റ്റ് ക്രൂഷ്യൽ ആയിട്ടുള്ള ഗ്രാഫിക്സ് സെറ്റിംഗ് അതിന്റെ ടെക്സ്ചർ ക്വാളിറ്റിയാണ്. ആൻഡ് ഈ ടെക്സ്ചേഴ്സ് എല്ലാം സ്റ്റോർ ചെയ്യുന്നതും ലോഡ് ചെയ്യുന്നതും ഈ VRAMലാണ്. VRAM ഈസ് എക്സ്ട്രീംലി ഫാസ്റ്റ് ആൻഡ് അതുകൊണ്ട് തന്നെയാണ് ടെക്സ്ചേഴ്സ് VRAMൽ തന്നെ സ്റ്റോർ ചെയ്യുന്നത്. പക്ഷേ VRAM നിറഞ്ഞു കഴിയുമ്പോൾ ഗെയിം ക്രാഷ് ആകാതിരിക്കാൻ വേണ്ടി ടെക്സ്ചേഴ്സ് VRAMൽ നിന്ന് റാമിലേക്ക് സ്വാപ്പ് ചെയ്യും. VRAMുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സിസ്റ്റം റാം വളരെ സ്ലോ ആണ്. അതുകൊണ്ട് തന്നെ റാമിൽ നിന്ന് ടെക്സ്ചേഴ്സ് ലോഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു ലേറ്റൻസി ഉണ്ടാകുകയും അൾട്ടിമേറ്റ്ലി FPS ഡ്രോപ്പ് ആവുകയും ചെയ്യും. ആൻഡ് ഇമ്പോർട്ടൻ്റ്ലി പുതുതായിട്ട് ഇറങ്ങുന്ന ഗെയിംസ് എല്ലാം തന്നെ എക്സ്ട്രീംലി VRAM ഡിമാൻഡിങ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പായിട്ടും 4GB VRAM ഉള്ള ലാപ്ടോപ്പുകൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. 6GB VRAM ബേസ് ലൈൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. സോ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുവാണെങ്കിൽ വേറെ ആരോടും ചോദിക്കാതെ നിങ്ങൾക്ക് തന്നെ ഒരു നല്ല ലാപ്ടോപ്പ് സെലക്ട് ചെയ്യാവുന്നതാണ്. സോ ഇനി ആദ്യമായിട്ട് ലാപ്ടോപ്പ് മേടിക്കുന്നവർക്ക് ഒരു ബോണസ് ടിപ്പ്. ഗെയിമിംഗ് ലാപ്ടോപ്പിന് ആക്ച്വലി ഒരു നിക് നെയിം കൂടിയുണ്ട്, ദാറ്റ് ഈസ് ഹീറ്റർ. ബിക്കോസ് കുറച്ച് നേരം ഗെയിം കളിച്ച് കഴിയുമ്പോൾ തന്നെ ഗെയിമിംഗ് ലാപ്ടോപ്പ് നല്ല രീതിയിൽ ചൂടാവുന്നതാണ്. സോ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ലാപ്ടോപ്പിന്റെ തെർമൽസും ഫാനും ഒക്കെ എങ്ങനെയുണ്ടെന്ന് റിവ്യൂലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് ഓൾസോ
ഗെയിമിംഗ് ലാപ്ടോപ്പിന്റെ ടെമ്പറേച്ചർ കുറയ്ക്കാനുള്ള ഒരു ഈസി ട്യൂട്ടോറിയൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. സോ ഈ വീഡിയോയിൽ ഞാൻ എക്സ്ട്രീംലി പ്രിസൈസ് ആയിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ആൻഡ് ഓൾസോ നിങ്ങളുടെ ഗെയിമിംഗ് ലാപ്ടോപ്പ് മേടിക്കാൻ പ്ലാനുള്ള ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് മിസ്സാക്കാതിരിക്കാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.